നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അതിഥി ഡോക്ടർ MI സഹദുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുമുള്ള ആരോഗ്യ പരിപാലന വൈദ്യ ശുശ്രൂഷ മേഖലയിൽ പ്രശംസനീയമായ സേവനം അനുഷ്ഠിച്ചു വരുന്ന ആ മേഖലയിലെ അദ്വിതീയ വ്യക്തിത്വങ്ങളിൽ പ്രഥമസ്ഥാനീയനാണ് ഡോക്ടർ സഹദുള്ള. ആരോഗ്യ പരിപാലനത്തിൻ്റെ സ്വകാര്യ മേഖലയിൽ ഉദാത്ത മാതൃകയായി കിംസ്, അതിൻ്റെ പ്രധാന ശില്പി, സ്ഥാപക ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ. ഏറെ അനുഭവ സമ്പന്നതയുള്ള അദ്ദേഹത്തിൽ നിന്ന് മെഡിക്കൽ ശുശ്രൂഷ രംഗത്തും ആരോഗ്യ പരിപാലന രംഗത്തുമുള്ള വെല്ലുവിളികളെക്കുറിച്ചും അതിനുള്ള സാർത്ഥകമായ പരിഹാരങ്ങളെക്കുറിച്ചും നമുക്ക് കേൾക്കാം. അതിനായി കാതോർക്കാം. നമസ്കാരം. നമസ്കാരം. ഇൻറ്റേർണൽ മെഡിസിൻ, അതാണ് അങ്ങയുടെ സ്പെഷ്യലൈസേഷൻ. ശരിയാ. ഇൻറ്റേർണൽ മെഡിസിനിൽ സ്പെഷ്യലൈസ് ചെയ്ത വിദഗ്ധ ഡോക്ടർമാരെ സാധാരണ ഡോക്ടർമാരുടെ ഡോക്ടർ എന്നാണ് വിശേഷിപ്പിക്കാറ്. ഇൻറ്റേർണൽ മെഡിസിൻ ബൃഹത്തായ ഒരു അന്താരാഷ്ട്ര ശാഖയുമാണ്. ഡോക്ടർമാരുടെ ഡോക്ടർ എന്ന നിലയിൽ അങ്ങ് സ്വയം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇൻറ്റേർണൽ മെഡിസിൻ വളരെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇൻഫാക്റ്റ് മെഡിസിനിലുള്ള എല്ലാ ശാഖകളും ടച്ച് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ മെഡിസിൻ. അപ്പോൾ സാധാരണ ഇൻറ്റേർണിസ്റ്റ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെഡിസിന് വളരെ ഒരു ബ്രോഡ് മൈൻഡഡ്നെസ് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ എന്നെ വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് ഇൻറ്റേർണൽ മെഡിസിൻ വളരെ പാഷനായിരുന്നു. ഇപ്പോഴുമാണ് ഇൻറ്റേർണൽ മെഡിസിൻ എൻ്റെ ഇന്നും പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ഒരു മനസ്സമാധാനവും അതിൻ്റേതായ ആ സംതൃപ്തിയും വേറെ എന്ത് ചെയ്താലും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യും സമയം കിട്ടുമ്പോഴെല്ലാം. സ്വന്തം വിലയിരുത്തൽ ഞാനൊരു നല്ല ഇൻറ്റേർണിസ്റ്റായിട്ടാണ് വിലയിരുത്തുന്നത്. ഏതാണ്ട് അന്താരാഷ്ട്ര തലത്തിൽ 13 തൊട്ട് 20 വരെ വ്യത്യസ്ത മേഖലകളിൽ ഉള്ള സബ് സ്പെഷ്യലൈസേഷൻ ഇൻറ്റേർണൽ മെഡിസിൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ വിവിധ ചികിത്സാക്രമങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്ത വിദഗ്ധ ഡോക്ടർമാർ, അവരെത്ര സീനിയർ ഡോക്ടർമാർ ആയാൽ തന്നെയും സങ്കീർണമായ രോഗനിർണയ ഘട്ടങ്ങളിൽ, ഡയഗ്നോസിസ് സ്റ്റേജസുകൾ, അവിടെ ഇൻറ്റേർണൽ സ്പെഷ്യലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെഡിസിൻ സ്പെഷ്യലൈസ് ചെയ്ത അങ്ങേപ്പോലുള്ള ഡോക്ടർമാരെ അവരൊന്ന് കൺസൾട്ട് ചെയ്തിരിക്കും, വ്യക്തതയ്ക്ക് വേണ്ടി, ഒരു മാർഗനിർദ്ദേശത്തിന് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എത്രത്തോളം അത് കിംസ് പോലുള്ള മെഡിക്കൽ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പ്രാവർത്തികമാണ്? വളരെ പ്രാവർത്തികമാണ്. ഇൻറ്റേർണൽ മെഡിസിനിലാണ് മിക്ക കോംപ്ലിക്കേറ്റഡ് കേസസും ആദ്യം വരിക. എന്നിട്ട് അത് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ സ്പെഷ്യലിസ്റ്റിന് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് നല്ല ഇൻറ്റേർണൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റുള്ള ഹോസ്പിറ്റൽ വളരെ വളരെ ബിസിയാണെന്നുള്ള കാര്യമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇൻറ്റൻസീവ് കെയർ ഇപ്പോൾ തുടങ്ങി. പക്ഷേ ഇൻറ്റൻസീവ് കെയറിലും ഇൻറ്റേർണൽ മെഡിസിൻ്റെ ഒരാൾ ആവശ്യമാണ്. അപ്പോൾ ഇൻറ്റൻസിവിസ്റ്റ് അതിൻ്റെ വേണ്ട പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമെങ്കിലും അപ്പോൾ ഞങ്ങൾക്ക് വേറെ 8-9 ഇൻറ്റേർണിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ മാത്യു തോമസ് ഇൻറ്റൻസീവ് കെയറിൽ ഇൻറ്റൻസിവിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇൻറ്റേർണിസ്റ്റുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സ്പെഷ്യലിസ്റ്റ് എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇൻറ്റേർണൽ മെഡിസിൻ ഇപ്പോഴും ഒരു പ്രധാന ശാഖയായിട്ട് നിൽക്കുന്നു. ജനറൽ സർജറി പോലെ ജനറൽ സർജറി ഉണ്ടായെങ്കിലും ഇപ്പോൾ ഗാസ്ട്രോഎൻട്രോളജി സർജറി വന്നു, ലാപ്രോസ്കോപ്പിക് സർജറി വന്നു, ബാക്കി ലിവർ സർജറി പ്രത്യേകമായി. ഇതെല്ലാം ആണെങ്കിലും ജനറൽ സർജന് അതിൻ്റേതായ വിലയും നിലനിൽപ്പുമുണ്ട്. അതുകൊണ്ട് ഇൻറ്റേർണൽ മെഡിസിൻ വളരെ ഒരു അവിഭാജ്യ ഘടകമാണ്. പണ്ടെല്ലാം ഈ ഇൻറ്റേർണിസ്റ്റ് തന്നെ ഒരു ന്യൂറോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യും, റുമറ്റോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യും, ഇൻറ്റൻസീവായിട്ട് വർക്ക് ചെയ്യും. ഞാനും കുറച്ച് നാൾ ഇൻറ്റൻസീവ് കെയറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻറ്റേർണിസ്റ്റായിട്ട് തന്നെ. പക്ഷേ ഇന്ന് ആ ഓരോ ശാഖയ്ക്കും പ്രത്യേകം സ്പെഷ്യലിസ്റ്റായി. പക്ഷേ എന്നാലും ആ ഇൻറ്റേർണിസ്റ്റിൻ്റെ ചുമതല
അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇപ്പോഴും ഉണ്ട്. അവർ വളരെ നല്ലപോലെ ഈ ഈ ഈ ഈ വൈദ്യശാസ്ത്രത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കിംസിൽ അത് വളരെ ഒരു അവിഭാജ്യ ഘടകമാണ്. 18-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലാണ് ഇൻറ്റേർണൽ മെഡിസിനിലുള്ള സ്പെഷ്യലൈസേഷൻ തുടങ്ങിയത് എന്ന് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാലത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഈ ഇൻറ്റേർണൽ എന്നുള്ള ആ ഒരു പദം ജർമ്മനിയിൽ നിന്ന് നേരിട്ട് വന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങുൾപ്പെടെയുള്ള ഇൻറ്റേർണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുകൾ അർഹിക്കുന്ന അത്ര ഒരു പ്രാധാന്യം ഈ പദത്തിനില്ലയോ എന്നുള്ള സംശയം അമേരിക്കയിലും മറ്റും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? വളരെ ശരിയാണ്. അത് മിസ് കെ പി മോൻ പറഞ്ഞ വളരെ ഒരു ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ജനറൽ മെഡിസിൻ എന്നാണ് യു കെയിൽ നിന്നാണല്ലോ ഈ മെഡിസിൻ്റെ ഒരു ഉത്ഭവം ആദ്യമെല്ലാം ഉണ്ടായത്. അപ്പോൾ ഈ ജനറൽ മെഡിസിൻ അവിടെ നിന്ന് വന്നു. അപ്പോൾ ജനറൽ മെഡിസിൻ വന്നു. ആ ജനറൽ മെഡിസിനാണ് ഞാൻ ഈ ഇൻറ്റേർണൽ മെഡിസിൻ എന്ന് പറയുന്നത് തന്നെ. പക്ഷേ ആ ജനറൽ മെഡിസിൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജനറൽ പ്രാക്ടീസ് വന്നു. അപ്പോൾ ജനറൽ പ്രാക്ടീസും ജനറൽ മെഡിസിനും ഒന്നുപോലെ ഇരിക്കുന്നത് കാരണം അതും ഇൻറ്റേർണൽ മെഡിസിന് വളരെ ഒരു തലം മുകളിലായതുകൊണ്ടും പല രാജ്യങ്ങളും, അതായത് ജർമ്മനി, അമേരിക്ക, ഇങ്ങനെയുള്ള കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ജനറൽ മെഡിസിന് പകരം ഇൻറ്റേർണൽ മെഡിസിൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇന്ത്യ ആക്ച്വലി നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ഈ ഇൻഫ്ലുവൻസ് കാരണം ജനറൽ മെഡിസിൻ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. ഇപ്പോഴും മിക്ക ഹോസ്പിറ്റലിലും ജനറൽ മെഡിസിൻ എന്നാണ്. പക്ഷേ പല ആശുപത്രികളിലും ഇപ്പോൾ പതുക്കെ ഇൻറ്റേർണൽ മെഡിസിനായിട്ട് മാറ്റിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ അതൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ജനറൽ പ്രാക്ടീസ് തന്നെ നോക്കിയാൽ ഫാമിലി പ്രാക്ടീസ് ആയല്ലോ. കാര്യം വെച്ചാൽ ഒരു ലെവൽ കൂടെ കൂട്ടിയിട്ട് ഫാമിലി പ്രാക്ടീസ് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് നല്ല ജനറൽ പ്രാക്ടീഷനെ ഉണ്ടാക്കുമ്പോൾ അത് ഫാമിലി പ്രാക്ടീസായി. അതേപോലെയുള്ളൊരു വ്യത്യാസമാണ് ജനറൽ മെഡിസിൻ എന്ന് ഇൻറ്റേർണൽ മെഡിസിൻ ഉണ്ടായത്. ഹോളിസ്റ്റിക് മെഡിസിൻ എന്നിപ്പോൾ ഏറെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സമഗ്രമായി ഒരു രോഗിയുടെ സാഹചര്യങ്ങളും സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ കണക്കിലെടുത്ത് വിവിധ തരം ശുശ്രൂഷാ ക്രമങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മനസ്സിനും ശരീരത്തിനും എല്ലാം സ്വാസ്ഥ്യം ഉറപ്പുവരുത്തുന്ന ഒരു രീതിയിലുള്ള ഹോളിസ്റ്റിക് മെഡിസിൻ എന്നുള്ള രീതിയിൽ. ഈ ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന ആശയവും ഇൻറ്റേർണൽ മെഡിസിൻ എന്നുള്ള ആശയവും തമ്മിൽ വളരെ പൊരുത്തപ്പെട്ട് നിൽക്കുന്നതായി വായനയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അങ്ങയോട് ചോദിച്ച് അറിയുകയാണ് എത്രത്തോളം ശരിയാണെന്ന്. ഇൻറ്റേർണൽ മെഡിസിൻ സ്പെഷ്യലൈസ് ചെയ്തവർ ഒരു രോഗിയുടെ ഓഫീസ് തൊട്ട് ആ രോഗി ഒരുപക്ഷെ പ്രവേശിപ്പിക്കാൻ സാധ്യതയുള്ള ഇൻറ്റൻസീവ് കെയർ വരെ ഉള്ള എല്ലാ ഘട്ടങ്ങളെക്കുറിച്ചും ഒരു കെയർഫുള്ളായിരിക്കണം, ജാഗ്രത വേണം, അറിഞ്ഞിരിക്കണം എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? എത്രത്തോളം? ഹോളിസ്റ്റിക് മെഡിസിൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടേമാണ്. അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കണം. ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഒന്ന് മെഡിസിനിൽ തന്നെ ഉണ്ടാകാം, മോഡേൺ മെഡിസിനിൽ തന്നെ. ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഇൻറ്റേർണൽ മെഡിസിൻ അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ, ജനറൽ പ്രാക്ടീസ് ഉണ്ട്, ന്യൂറോളജി ഉണ്ട്, ഇൻറ്റൻസീവ് കെയർ ഉണ്ട്, റുമറ്റോളജി ഉണ്ട്. അപ്പോൾ ഒരുപാട് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ വന്നപ്പോൾ എല്ലാവരും അവരുടേതായ തലങ്ങളിൽ മാത്രം കാണാൻ തുടങ്ങി. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ലങ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ചെന്നാൽ, പൾമനോളജിസ്റ്റ് എന്ന് പറയും, അയാൾ ലങ് മാത്രം നോക്കും. അതിന് മുമ്പ് അയാൾക്ക് വയറ്റിൽ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുഴപ്പമുണ്ടോ, അതും ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ ഉള്ള ആ മെൻറ്റാലിറ്റി കുറഞ്ഞു വരിക. അങ്ങനെ വരുമ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വേണമെങ്കിൽ ഇൻ മോഡേൺ മെഡിസിൻ അത് ഇൻറ്റേർണൽ മെഡിസിന് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം ഇൻറ്റേർണൽ മെഡിസിൻ ഈ എല്ലാ സ്പെഷ്യാലിറ്റിയും ടച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഈ പേഷ്യൻറ്റിനെ ഒരു ഹോൾ ബീയിങ് ആയിട്ട്, ഒരു മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ ഒരു മനുഷ്യരൂപമായിട്ട് കണ്ടിട്ട് അവരുടെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്തിട്ട് എന്നിട്ട് ആവശ്യമുള്ള വിധത്തിൽ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുക. അതാണ് ഹോളിസ്റ്റിക് അപ്രോച്ച്. അതേസമയം ദർ ഈസ് അനദർ ഹോളിസ്റ്റിക് അപ്രോച്ച്. അതായത് മോഡേൺ മെഡിസിന് ചെയ്യാൻ വയ്യാത്ത പല കാര്യങ്ങളും കാണും. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആവശ്യം വരും. അപ്പോൾ അതിന് സൈക്കോളജിസ്റ്റിനെ ഇൻവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ സൈക്യാട്രി തന്നെ ഇൻവോൾവ് ചെയ്യുക. അതല്ല, ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ആൾട്ടർനേറ്റ് മെഡിസിൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആൾട്ടർനേറ്റ് മെഡിസിൻ എന്ന് പറയുമ്പോൾ ആയുർവേദ ആകാം,
അല്ലെങ്കിൽ ഹോമിയോപ്പതി ആകാം. അപ്പോൾ അങ്ങനെയുള്ള മെഡിസിനും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ എന്നും ചിലർ ഹോളിസ്റ്റിക് മെഡിസിൻ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ രണ്ട് വിധത്തിൽ ഹോളിസ്റ്റിക് മെഡിസിൻ എക്സിസ്റ്റ് ചെയ്യാം. ഒന്ന്, മോഡേൺ മെഡിസിൻ്റെ അകത്ത് തന്നെ ആ ചട്ടക്കൂട്ടിൽ തന്നെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച്. സോ ഒരാളിനെ മുഴുവനായിട്ട് കാണുക, അല്ലാതെ അയാളുടെ ലങ്സിനൊരു പ്രശ്നം അല്ലെങ്കിൽ വയലിനൊരു പ്രശ്നമായിട്ട് മാത്രം നോക്കാതിരിക്കുക. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഹോളിസ്റ്റിക് അപ്രോച്ച്, മോഡേൺ മെഡിസിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും സമ്മതിക്കണം. അപ്പോൾ അതിൽ വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റ് മെഡിസിൻ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള വിദഗ്ധരുമായിട്ട് ചിന്തിക്കുക. അങ്ങനെ ഒരിക്കലും എന്താ വെച്ചാൽ എൻ്റെ ഫാദറിനെ ഇവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇടയാകുകയും അങ്ങനെ സബ്സിക്വൻ്റ് ആയിട്ടൊരു കോംപ്ലിക്കേഷനിൽ മരിക്കുകയും ചെയ്തു.